കെ.പി. നമ്പൂതിരീസിൻ്റെ ഡെൻ്റൽ കെയറിനെ പറ്റിയുള്ള ഒരു ടാസ്ക് പോലുള്ള ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാവരും ലിവിങ് റൂമിൽ വന്നിട്ട് ഏറ്റവും നല്ല പല്ല് ആരുടെയാണെന്ന് പറയണം, ഏറ്റവും നന്നായിട്ട് ദന്ത സംരക്ഷണം ചെയ്യുന്ന ആരാണെന്നും പറയണമായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ നൂറയുടെ പേരാണ് ഞാൻ പറയുന്നത്. കാരണം അവൾ പല്ല് തേക്കത്തേ ഇല്ല, പല്ല് തേക്കാത്തൊരു പെങ്കൊച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് ബ്രഷ് ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട്, അവൾ കൈവച്ചൊക്കെയാണ് ഈ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ പല്ല് തേക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൾക്കിപ്പോൾ മാറ്റമുണ്ട്, അവൾ ഡെയിലി ഇപ്പോൾ പല്ല് തേക്കാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ നൂറയുടെ പാർട്ട്ണർ ആദിലേക്ക് എത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം മുതലേ അനുമോളെ ഓരോന്ന് പറയാൻ തുടങ്ങി. ഇതൊക്കെ ആയിരിക്കും ഇന്നലെ പ്രൊമോയിൽ കണ്ട വഴക്കിൻ്റെ റീസൺ. അപ്പം നൂറ പറയുന്നുണ്ട്, നീ എന്നെ മോശമാക്കാനായിട്ടാണോ പറയാനായിട്ട് പോയത്, എൻ്റെ പേര് നീ പറഞ്ഞിട്ട്. അവൻ നൂറ ഇളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ചിരിച്ച് കാണിക്കൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും പല്ലിനെ പറ്റി ചിലർ പറഞ്ഞാലോ. ഓൾമോസ്റ്റ് ആൾക്കാരും പറഞ്ഞത് സാബുമാൻ്റെ കാര്യമാണ്. കാരണം സാബുമാൻ ആഹാരം കഴിച്ചു കഴിയുമ്പോഴേ പോയി ബ്രഷ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്, അത് അവരെല്ലാവരും കാണുന്നതാണ്. പിന്നെ ക്യാപ്പൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നൂറയ്ക്ക് ഒരാൾ കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. നൂറ പല്ല് തേക്കത്തില്ലെന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതിന് മുമ്പും എല്ലാവരും സംസാരിച്ച് ഷാനവാസ് ഒരു ബ്രഷ് വെച്ചിട്ട് എത്ര തമാശകളായിരുന്നു ആദ്യം കുറേ ദിവസങ്ങൾക്ക് മുമ്പേ, ഇപ്പോഴെങ്കിലും അല്ല കുറേ നാളുകൾക്ക് മുമ്പ്. അതൊക്കെ ലൈവിൽ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. നൂറ പല്ലേ തേക്കത്തില്ലെന്ന് പറയും, 3-4 ദിവസം കൂടുമ്പോഴും പല്ല് തേക്കുന്നതെന്നൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത്. അവിടെ നെവിനൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കോടി ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആരും നെവിൻ്റെ ഒന്നും പേര് പറയുന്നില്ല. പിന്നെ അനുമോൾക്ക് നല്ല പല്ലാണെന്ന് എല്ലാവരും പറഞ്ഞു, പക്ഷേ അനുമോളുടെ പേര് പറയുന്നില്ല. സാബുമാൻ വന്നിട്ട് പറഞ്ഞിട്ട് നൂറയ്ക്ക് നല്ല ചിരിയാണ്, പക്ഷേ നൂറ പല്ലേ തേക്കത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പുള്ളവർ പറയുന്നു നൂറ പല്ല് തേക്കത്തില്ലെന്ന്. അപ്പോഴും നൂറയുടെ മുഖം അങ്ങ് ചളിഞ്ഞു പോയി, വളിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് അപ്പം നല്ലത് പറയുകയാണെങ്കിൽ മാത്രമേ ഇവർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പോഴത്തേന് അനുമോൾ പറഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്നപ്പം മുതൽ അനുമോളെ ഓരോന്ന് പറയാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, അനുമോളുടെ പല്ല് ചെയ്യിച്ചതാണ്, ആടിൻ്റെ പല്ല് പോലിരുന്ന പല്ലാണ്, അത് ഉരുക്കി മെനക്കി ഇങ്ങനെ ആക്കി എടുത്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെ കളിയാക്കുന്നുണ്ട്. സാബുമാൻ പറയാനായിട്ട് വരുമ്പം പറയുന്നുണ്ട്, അനുമോളുടെ പല്ല് 4 ലക്ഷം രൂപ ചിലവാക്കിയതാണ്. അന്നേരം അനുമോൾ പറയും, എന്തൊക്കെയായി വിളിച്ച് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സാബുമാൻ പറയാണ്, നൂറയുടെ ഒരു നല്ല സ്മൈലാണ്, ആരായാലും വീണ് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ആദില അവിടെ കയറി പിടിച്ചു. ആദില പറയുന്നുണ്ട്, നീ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സാബുമാൻ പറയുന്നുണ്ട്, നൂറ പല്ല് തേച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഭീഷണിയായിരിക്കും, കാരണം ഇപ്പം ഞാനാണ് മുന്നിട്ട് നിൽക്കുന്നത്, നൂറ പല്ല് തേച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല ദന്ത സംരക്ഷണം ചെയ്യുന്ന വ്യക്തിയും ഏറ്റവും നല്ല ദന്തത്തിൻ്റെ ഉടമയുമായിട്ട് നമ്മുടെ സാബുമാനാണ് ഇന്ന് വിജയിയായിരിക്കുന്നത്. നൂറ സാബുമാന് ഗിഫ്റ്റ് കൊടുത്തു. അതൊരു പാക്കറ്റിനകത്ത് ഒരുപാട് ഡെൻ്റലിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. താളിയൊക്കെ ഉണ്ട്, ചെമ്പരത്തിയുടെ സോപ്പുണ്ട്, കെ.പി. നമ്പൂതിരീസിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ബഹളമായിരുന്നു നടന്നത്. അതിനകത്തുനിന്ന് ഒരു ചെമ്പരത്തി താളി എടുത്തുകൊണ്ട് നമ്മുടെ നെവിന് ഓടുന്നുണ്ട്. അപ്പം സാബുമാൻ പറയുന്നുണ്ടെടാ, ഞാനൊന്ന് അൺബോക്സിങ് ചെയ്തോട്ടെടാ, എന്തുവാടാ ഒന്ന് താടാ, നീ എന്തുവാടാ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നെവിൻ അത് തിരിച്ചു കൊടുത്തു. പിന്നെ എല്ലാവരോടും ഇരുന്നിട്ട് അത് അൺബോക്സിങ് ചെയ്യുകയാണ്, അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരും പറയുന്നുണ്ട്, എനിക്ക് ഇത് വേണം, എനിക്ക് അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പേസ്റ്റും സോപ്പും ഒക്കെ ഓരോരുത്തർ എടുക്കുന്നുണ്ട്. നൂറയും അനുമോളും നമ്മുടെ നെവിനുമാണ് അടുത്തിരിക്കുന്നത്, ബാക്കി എല്ലാവരും ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാബുമാൻ പറയുകയാണ്, എന്തൊരു സ്നേഹമാണ്, ഈ സ്നേഹം എപ്പോഴും കണ്ടാൽ മതിയായിരുന്നു, കാരണം ഒരു സാധനം കിട്ടാനായിട്ടെങ്കിലും സാബുമാൻ്റെ അടുത്ത് അവർ സ്നേഹം കാണിക്കുന്നല്ലോ എന്നുള്ളതാണ് സാബുമാൻ പറയുന്നത്. ഇവരെല്ലാം കൂടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെല്ലാം ദൂരെ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനീഷ്. സൈലൻ്റായിട്ട് ഒരു സൈഡിലിരിപ്പുണ്ട്.